ഹലോ, അപ്പൊ ഇത് നമ്മൾ കാണുന്നത് ആൻസൈറ്റി ഡിസോർഡേഴ്സിലെ സെക്കൻഡ് വൺ ആയ സോഷ്യൽ ഫോബിയ ആണ്. DSM-5 അനുസരിച്ച് സോഷ്യൽ ഫോബിയ എന്ന് പറയുന്നത് is characterized by disabling fears of one or more specific social situations. ഒന്നോ അതിലധികമോ സോഷ്യൽ സിറ്റുവേഷനോട് നമുക്കുണ്ടാവുന്ന എക്സസീവ് ആയുള്ള ഫിയറിനെയാണ് സോഷ്യൽ ഫോബിയ എന്ന് വിളിക്കുന്നത്. is otherwise known as സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ. ഈ ഒരു സിറ്റുവേഷൻസ് ഏതൊക്കെയാന്ന് വെച്ചാൽ പബ്ലിക് സ്പീക്കിംഗ്, യൂറിനേറ്റിംഗ് ഇൻ പബ്ലിക് ബാത്റൂം, ഈറ്റിംഗ് ഇൻ പബ്ലിക് സ്പേസ്, റൈറ്റിംഗ് ഇൻ പബ്ലിക്. അപ്പം ഈ പബ്ലിക്കായിട്ട് എഴുതുക, അതായത് സോഷ്യൽ മീഡിയയിലൊക്കെ ആവാം, അതുപോലെ തന്നെ പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ ആയിരിക്കും അവർക്ക് ഫിയർ ആയിട്ടുള്ള സിറ്റുവേഷൻസ്. അങ്ങനെ പബ്ലിക്കായിട്ട് ഏത് കാര്യം, കുറച്ച് എക്സാമ്പിൾ മാത്രം പറഞ്ഞതേ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് സംഭവിക്കുന്നത് എന്താന്ന് വെച്ചാൽ the person fears that she or he may be exposed to be scrutiny and potential negative evaluation of others. മറ്റുള്ള ആൾക്കാർ എന്നെ ഈ ഒരു സിറ്റുവേഷനിൽ മറ്റുള്ള ആൾക്കാർ ചൂഷണം ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ എന്നെ നെഗറ്റീവായിട്ട് ഇവാലുവേറ്റ് ചെയ്യുകയോ എന്നുള്ളൊരു പേടിയാണ് ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഉണ്ടാവുന്നത്. പിന്നെ പറയുന്നത് because of their fears, people with a social phobia either avoid the situations or endure them with a great distress. ഒന്നുകിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്ന ആൾക്കാർ ഒന്നുകിൽ എന്ത് ചെയ്യും, ആ ഒരു സിറ്റുവേഷനെ അപ്പാടെ അവരെന്ത് ചെയ്യുന്നു, നെഗ്ലക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് ആ ഒരു ഡിസ്ട്രെസ്സോട് കൂടി ആ സിറ്റുവേഷനെ ഫേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഇന്റൻസ് ഫിയേഴ്സ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ഇസ് ദ സിംഗിൾ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സോഷ്യൽ ഫോബിയ. പബ്ലിക് സ്പേസിൽ സംസാരിക്കുക എന്നുള്ളത് ഒരു വൺ ടൈപ്പ് അല്ലെങ്കിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് സോഷ്യൽ ഫോബിക് സിറ്റുവേഷൻ ആണ്. DSM-5 അനുസരിച്ച് 2 ടൈപ്പ് ഓഫ് സോഷ്യൽ ഫോബിയ ആയിട്ടാണ് അവരത് ഐഡന്റിഫൈ ചെയ്തിരിക്കുന്നത്. One which centers on performance situations such as public speaking, and one which is more general and include non-performance situations. അതായത് ഒന്ന് പെർഫോമൻസ് സിറ്റുവേഷൻ ആയിട്ടും രണ്ട് നോൺ പെർഫോമൻസ് സിറ്റുവേഷൻസും ആയിട്ടാണ് ഇതിനെ അവരെന്ത് ചെയ്യുന്നത്, കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത് അല്ലെങ്കിൽ നെക്സ്റ്റ് വരുന്നതാണ് എപ്പിഡെമോളജി എന്ന് പറയുന്നത്. വേരിയസ് സ്റ്റഡീസ് ഹാസ് റിപ്പോർട്ടഡ് എ ലൈഫ് ടൈം പ്രിവാലൻസ് റേഞ്ചിങ് ഫ്രം 3 to 30% ഫോർ സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ. നമ്മൾ ലൈഫ് ടൈം പ്രിവാലൻസ് നോക്കുകയാണെങ്കിൽ 3 to 30% ആണ് അവരുടെ ലൈഫ് ടൈം പ്രിവാലൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു 6 ലെവൽ അല്ലെങ്കിൽ 6 month പ്രിവാലൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 to 3 per 100%. 100 ആൾക്കാരിൽ 2-3 ആൾക്കാർക്കാണ് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആയിരിക്കും അവർക്ക് 2-3% ആയിരിക്കും അവർക്ക് ഇത് വരാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത്. ഇൻ എപ്പിഡെമോളജിക്കൽ സ്റ്റഡീസ് ഫീമെയിൽസ് ആർ അഫക്റ്റഡ് മോർ ഓഫൻ ദാൻ മെയിൽസ്. മെയിൽസിനേക്കാളും ഈ ഒരു ഫോബിയ അഫക്റ്റ് ചെയ്യുന്നത് ഫീമെയിൽസിനാണെന്നാണ് പറയുന്നത്. The peak age of onset of social anxiety disorder in these teens, although onset common as young as 5 years of age and as old as 35 years. 5 വയസ്സ് മുതൽ 35 years വരെ ഇവർക്ക് ഇതൊരു ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് കോമോർബിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എന്താ, ഈ ഒരു ഡിസോർഡറിനെ കുറിച്ച് വരുന്ന മറ്റ് ഡിസോർഡേഴ്സ് ആണ്. അപ്പൊ അവർക്ക് മേ ഹാവ് ഹിസ്റ്ററി ഓഫ് അതർ ആൻസൈറ്റി ഡിസോർഡേഴ്സ്, മൂഡ് ഡിസോർഡേഴ്സ്, സബ്സ്റ്റൻസ് റിലേറ്റഡ് ഡിസോർഡേഴ്സ് ആൻഡ് ബുലിമിയ നെർവോസ. ഇവർക്ക് ഈ ഒരു 4-5 ടൈപ്പ് ഡിസോർഡർ ഇതിന്റെ കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ കാണുന്നത് കോസൽ ഫാക്ടേഴ്സ് ആണ്. കോസൽ ഫാക്ടേഴ്സിൽ സൈക്കോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ്. അപ്പൊ ഈ സൈക്കോളജിക്കൽ കോസൽ ഫാക്ടേഴ്സിൽ അവർ മെയിൻ ആയിട്ട് പറയുന്നത് ഈ സോഷ്യൽ ഫോബിയ ഒരു ലേൺഡ് ബിഹേവിയർ ആണ്, നമ്മൾ പഠിച്ചെടുക്കുന്ന ഒരു കാര്യമാണ്. ദാറ്റ് ഹാസ് ബി ഷേപ്ഡ് ബൈ ഇവല്യൂഷണറി ഫാക്ടേഴ്സ്. ഇവല്യൂഷണറി ഫാക്ടേഴ്സ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് ഷേപ്പ് ചെയ്തിരിക്കുന്നത് എന്നാണ് പറയുന്നത് മെയിൻ ആയിട്ട്. അതുപോലെ തന്നെ സച്ച് ലേണിംഗ് ഇൻ മോസ്റ്റ് ലൈക്ലി ടു ഒക്കർ ഇൻ പീപ്പിൾ ഹു ആർ ജനറ്റിക്കലി ഓർ ടെമ്പറമെന്റലി അറ്റ് റിസ്ക്. അതായത് ഇവർക്ക് ജനറ്റിക്കലി അതായത് പാരമ്പര്യമായിട്ട് വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു ലേണിംഗ് സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഇനി ഫസ്റ്റ് ആണ് സോഷ്യൽ ഫോബിയാസ് ആസ് ലേൺഡ് ബിഹേവിയർ. ലൈക്ക് സ്പെസിഫിക് ഫോബിയാസ്, സോഷ്യൽ ഫോബിയ often seems to originate from simple instances of direct or vicarious classical conditioning, such as experiencing or witnessing a perceived social defect or humiliation, or being or witness the target of anger or criticism. അതായത് ഈ ഒരു സോഷ്യൽ അല്ലെങ്കിൽ സ്പെസിഫിക് ഫോബിയ പോലെ തന്നെ സോഷ്യൽ ഫോബിയയും എന്താണ് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലേണിങ്ങിലൂടെ അല്ലെങ്കിൽ വികാരിയസ് ക്ലാസിക്കൽ കണ്ടീഷനിലൂടെയാണ് ഇത് ലേൺ ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ക്ലാസിക്കൽ കണ്ടീഷൻ, വികാരിയസ് ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് വെച്ചാൽ
എക്സ്പീരിയൻസിങ് ഓർ വിറ്റ്നസിങ് എ പെർസീവ്ഡ് സോഷ്യൽ ഡിഫക്റ്റ്. എല്ലാവരും ഒന്നെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു കാര്യം വിറ്റ്നസ് ചെയ്യുക. ഇങ്ങനെ ഒരു സോഷ്യൽ ഫോബിക് ആയുള്ള ഒരു സിറ്റുവേഷനെ അവർ വിറ്റ്നസ് ചെയ്യുകയോ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യുകയോ ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സോഷ്യൽ ഫോബി ഡെവലപ്പ് ചെയ്യുന്നതാണ് പറയുന്നത്. ഇൻ 2 studies 56 to 58% of people with social phobia recalled and identified direct traumatic experience as having involved in the origin of their social phobias. അതായത് കുറേയേറെ സ്റ്റഡീസ് നമ്മൾ നോക്കുമ്പോൾ അവിടെ കാണുന്നത് സോഷ്യൽ ഫോബിക് ആയുള്ള സിറ്റുവേഷനിൽ അവർ ഇൻവോൾവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ അവർ കണ്ടു, അത് കാരണമാണ് അവർക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടായത് കൊണ്ടാണ് അവർക്ക് ഈ സോഷ്യൽ ഫോബിയ ഡെവലപ്പ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. മറ്റ് സ്റ്റഡീസ് പറയുന്നു 92% of an adult sample of people with a social phobia reported a history of severe teasing in childhood compared to only 35%. പിന്നെ ഈ ഒരു ഫോബിക് സിറ്റുവേഷൻ വരാൻ മറ്റൊരു കാരണം കുഞ്ഞുനാളില് മറ്റുള്ള ആൾക്കാരുടെ മുമ്പിൽ വെച്ച് കുഞ്ഞുകുട്ടികൾ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി കളിയാക്കപ്പെടുക അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യപ്പെടുക അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ കുഞ്ഞുനാളിൽ അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് ഇവല്യൂഷണറി കോണ്ടെക്സ്റ്റില് സോഷ്യൽ ഫിയേഴ്സിനെയും ഫോബിയാസിനെയും കാണുകയാണ്. അപ്പൊ നമ്മൾ ഹ്യൂമൻ ബീങ്സിൽ എങ്ങനെയാണ് ഫിയർ ഉണ്ടാകുന്നത്? നമ്മുടെ തന്നെ സ്പീഷ്യസിനോടുള്ള എന്താണ് ഫിയർ ആണ് ഈ സോഷ്യൽ ഫോബിയയും സോഷ്യൽ ഫിയറും ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം. അങ്ങനെയെങ്കിൽ ആനിമൽസിന്റെ കാര്യത്തിൽ ആനിമൽസിനോട് നമുക്ക് ഫിയർ ഉണ്ട്, അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക? നമ്മൾ അവരോട് ഫൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് നടത്തിയില്ലെങ്കിൽ ഒന്നെങ്കിൽ അവരുമായിട്ട് എന്തെങ്കിലും ഫൈറ്റ് നടത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്താണ് അവരുടെ അടുത്ത് നമുക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് ഈ ഒരു ഫിയർ സ്റ്റാർട്ട് ചെയ്യാനുള്ളത്. അതാണ് സോഷ്യൽ ഫിയേഴ്സ് ആൻഡ് ഫോബിയാസ് ജസ്റ്റ് ഇവല്യൂഷണറി കോണ്ടെക്സ്റ്റ് അവർ പറയുന്നത്. അതുപോലെ തന്നെ Oman and colleagues proposed that social fears and phobias evolved as a byproduct of dominance hierarchy that are common social arrangement among animals such as primates. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഹയറാർക്കി ഉണ്ട്, അതായത് ആനിമൽസിന്റെ ഇടയിൽ മറ്റുള്ള അവരുടെ ഒരു പേടി എന്ന് പറയുന്നത് അവരുടെ ഇടയിൽ ഒരു ഡോമിനൻസ് ഉണ്ട്, സിംഹമാണ് വലിയ ആൾക്കാര്, അങ്ങനെ ആ ഒരു ഹൈറാർക്കി ഉണ്ട്. അപ്പൊ ആ ഹൈറാർക്കി അനുസരിച്ചാണ് അവർക്ക് എന്ത് ചെയ്യുക, ഒരു ഫോബിയ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് എന്നാണ് പറയുന്നത്. പിന്നെ ഡോമിനൻസ് ഹൈറാർക്കി ആർ എസ്റ്റാബ്ലിഷ്ഡ് ത്രൂ അഗ്രസീവ് എൻകൗണ്ടേഴ്സ് ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ്. സോഷ്യൽ ഗ്രൂപ്പിലെ ആൾക്കാർ ഇടയിലുണ്ടാവുന്ന ഒരു അഗ്രസീവ്, അറിയാലോ നമുക്ക് മാനിനെ പിടിക്കുന്ന സിംഹത്തെ കാണാറുണ്ട്, പുലിയെ കാണാറുണ്ട്. അപ്പൊ ആ ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ എന്താണ് അഗ്രസീവായ എൻകൗണ്ടേഴ്സ് നടക്കുന്നത് കൊണ്ടാണ് അവരുടെ ഇടയിൽ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ഡോമിനൻസ് ഹൈറാർക്കി അവിടെ ഫോം ചെയ്യപ്പെടുന്നത്. And a defeated individual typically displays fears and submissive behavior, but only rarely attempt to escape the situation. കുറേയേറെ ആൾക്കാർ ആ സിറ്റുവേഷനിൽ നിന്ന് മാറാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ റെയർ ആയിട്ടാണ് ആ ഒരു സിറ്റുവേഷനിൽ മാറാൻ വേണ്ടി ശ്രമിക്കുന്നത്. പക്ഷെ മെയിൻ ആയിട്ടും ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഫൈറ്റ് റെസ്പോൺസ് കൊടുക്കാനാണ് ആ ഒരു സിറ്റുവേഷനിൽ ആനിമൽസിന്റെ കാര്യത്തിൽ അവിടെ നടക്കുന്നത്. പിന്നെ നമ്മുടെ സോഷ്യൽ ഫോബിയ ഒരു ബൈ പ്രൊഡക്റ്റ് ഓഫ് ഡൊമിനൻസ് ഹൈറാർക്കി ആണെങ്കിൽ, അല്ലെ ഒരു ഡൊമിനൻസ് ഹൈറാർക്കി കൊണ്ടാണ് നമുക്ക് ഈ സോഷ്യൽ ഫോബിയ ഉണ്ടാകുന്നത്, നമുക്ക് ഒരു ഡൗട്ടും ഇല്ല, അവിടെ ഒരു ഇവല്യൂഷണറി ബേസിസ് ഉണ്ട്. അപ്പൊ അവിടെ നമുക്ക് വരുന്നൊരു എന്താണ്, ഒരു സോഷ്യൽ സ്റ്റിമുലൈയുടെ ഫിയേഴ്സ് ഓഫ് സോഷ്യൽ സ്റ്റിമുലൈ. ഒരു സ്റ്റിമുലൈ നമുക്ക് ഉണ്ടാവും ഏതൊരു ഫിയർ ഉണ്ടാവുന്നതിനാണെങ്കിലും. അപ്പൊ ആ സ്റ്റിമുലൈസ് ഏതൊക്കെയാന്ന് പറയുവാണെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഓഫ് ആങ്കർ ഓർ കണ്ടന്റ്, അല്ലെ നമുക്കറിയാം ഒരു നമുക്ക് പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണെങ്കിൽ ആ ഒരു എക്സ്പ്രഷനിൽ ഉണ്ടാവുന്ന ചേഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ വിച്ച് ആൻ ആവറേജ് ഓൾ ഹ്യൂമൻ സീംസ് ടു പ്രോസസ് മോർ ക്വിക്ലി ആൻഡ് റാപ്പിഡ്ലി ദാൻ ഹാപ്പി ആൻഡ് ന്യൂട്രൽ ഫേഷ്യൽ എക്സ്പ്രഷൻസ്. നമുക്ക് അഗ്രഷൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ വേണ്ടി, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ഹാപ്പിയേക്കാളും പെട്ടെന്ന് വരുന്നതാണ് ദേഷ്യം എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ആൾക്കാരിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. Recent result has also shown that people who have social phobia show greater activation of amygdala. അപ്പോൾ സോഷ്യൽ ഫോബിക് ആയിട്ടുള്ള ആൾക്കാരിൽ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഫിസിയോളജിക്കൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ അവരുടെ അമിഗ്ഡാലയുടെ ആക്ടിവിറ്റി എന്താണ് കൂടുതലായിട്ടാണ് കാണുന്നത്. In response to negative facial expressions than to normal controls. അതായത് നമ്മൾ നോർമലായിട്ട് സംസാരിക്കുന്നതിനേക്കാളും ഒരു നെഗറ്റീവ് ആയുള്ള സിറ്റുവേഷൻ ഉണ്ട് അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആണ് നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മുടെ അമിഗ്ഡാലയുടെ ആക്ടിവിറ്റി മറ്റ് നോർമലിനേക്കാളും ഹൈ ലെവലിലായിരിക്കും എന്നാണ് പറയുന്നത്.
ഇനി അടുത്ത് പറയുന്നത് പെർസെപ്ഷൻസ് ഓഫ് അൺകൺട്രോളബിലിറ്റി ആൻഡ് അൺപ്രഡിക്റ്റബിലിറ്റി. ചിലപ്പം ചില സിറ്റുവേഷൻസ് അൺകൺട്രോളബിൾ ആകാം, അല്ലെങ്കിൽ നമുക്ക് പ്രിഡിക്റ്റബിൾ ആയിരിക്കത്തില്ല. അങ്ങനെയൊക്കെ സിറ്റുവേഷൻ വരുമ്പോഴും അത് നമുക്ക് ഫോബിക് സിറ്റുവേഷൻ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണമാകുന്നുണ്ട്. ബീങ് എക്സ്പോസ്ഡ് ടു അൺകൺട്രോളബിൾ ആൻഡ് അൺപ്രഡിക്റ്റബിൾ സ്ട്രെസ്ഫുൾ ഇവന്റ്സ് സച്ച് ആസ് എ parental separation and divorce, family conflict or sexual abuse may play an important role in the development of social phobia. ഇനിയൊക്കെയുള്ള സിറ്റുവേഷൻസ് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ്, അൺകൺട്രോളബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഫോബിക് സിറ്റുവേഷൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. Perceptions of uncontrollability and unpredictability often leads to submissive and unassertive behavior, which is characterized of socially anxious or phobic people. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു അൺകൺട്രോളബിൾ അല്ലെങ്കിൽ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ പെർസീവ് ചെയ്യുവാണെങ്കിൽ അത് ഒരു സബ്മിസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഅസർട്ടീവ് ആയിട്ടുള്ള ബിഹേവിയറിലേക്കായിരിക്കും ലീഡ് ചെയ്യിക്കുക. People with a social phobia have a diminished sense of personal control over events in their life. അപ്പൊ ഇങ്ങനെ സോഷ്യൽ ഫോബിക് ആയ ആൾക്കാരില് അവർക്ക് ഇതിനോടൊരു എന്താണ് പേഴ്സണൽ കൺട്രോൾ ഇല്ല, പേഴ്സണൽ കൺട്രോൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടാവുക. ഡിമിനിഷ്ഡ് സെൻസ് ഓഫ് പേഴ്സണൽ കൺട്രോൾ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. This diminished expectations of personal control may develop, at least in part, as a function of having been raised in families with somewhat overprotective parents. അപ്പൊ ഇങ്ങനെ ഒരു ഡിമിനിഷ്ഡ് ആയ ക്യാരക്ടറിസ്റ്റിക് കാണിക്കാനുള്ള ഒരു വൺ റീസൺ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അവരുടെ ഫാമിലിയിൽ എന്താണ് അവർക്ക് ഓവർ പ്രൊട്ടക്റ്റീവ് ആയിട്ടായിരിക്കും അവർ, അല്ലെങ്കിൽ ഓവർ പ്രൊട്ടക്റ്റീവ് പേരൻസ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവർക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അടുത്താണ് cognitive bias. Cognitive factors also play a role in the onset and maintenance of social phobia. Cognitive bias എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ചില കോഗ്നിറ്റീവ് തോട്ട് ഡിസ്റ്റോർഷൻസ് അല്ലെങ്കിൽ തെറ്റായ ചില ചിന്താഗതികൾ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടേതായ കുറെ ബയസസ് ഉണ്ടാവും. ഇതൊക്കെ എന്തിന് കാരണമാവും? സോഷ്യൽ ഫോബിയയ്ക്ക് കാരണമാവും. ഇറ്റ് സജസ്റ്റഡ് ദാറ്റ് പീപ്പിൾ വിത്ത് സോഷ്യൽ ഫോബിയ ടെൻഡ് ടു എക്സ്പെക്ട് ദാറ്റ് അതർ പീപ്പിൾ വിൽ റിജക്ട് ഓർ നെഗറ്റീവ്ലി ഇവാലുവേറ്റ് ദം. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ഇതാണ്. ഇങ്ങനെയുള്ള ആൾക്കാര് മറ്റുള്ള ആൾക്കാർ എന്നെ നെഗറ്റീവായിട്ട് ഇവാലുവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ റിജക്ട് ചെയ്യുന്നുള്ള ചിന്താഗതി കൊണ്ടാണ് ഇവർക്ക് സോഷ്യൽ ഫോബിയ ഡെവലപ്പ് ചെയ്യുന്നത്. They argued that this leads to a sense of vulnerability when they are around people with might pose a threat. അല്ലെങ്കിൽ അവർക്ക് ത്രെഡ് ഉണ്ടാവുന്ന സമയത്ത്, മറ്റുള്ള ആൾക്കാരുടെ മുമ്പിലായിരിക്കുന്ന സമയത്ത് അവർക്ക് അതിനോടുള്ള ഒരു വൾണറബിലിറ്റി, അതായത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. ക്ലാർക്ക്, ഹൾ and Wells later further proposed that these dangerous schemas of social anxious people leads them to expect that they will behave in an awkward and unacceptable fashion, resulting rejection and loss of status. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ആൻസൈറ്റി ഉണ്ടാകുന്ന സമയത്ത് മറ്റുള്ളവർ ആൻസൈറ്റി കാണുകയാണെങ്കിൽ അതെന്താണ്, അവർക്കൊരു റിജക്ഷൻ അല്ലെങ്കിൽ ആ മറ്റുള്ളവർ ഇത് കാണുന്നുണ്ടല്ലോ എന്നൊരു ഫിയറും അവരുടെ ഉള്ളിലുണ്ടാവും. അതുപോലെ തന്നെ മറ്റുള്ളവർ എന്നെ ആക്സെപ്റ്റ് ചെയ്യില്ല എന്നൊരു തോട്ട് ഉണ്ടാവും. അതുപോലെ മറ്റുള്ള ആൾക്കാർ എന്നെ റിജക്ട് ചെയ്യും, അല്ലെങ്കിൽ എൻ്റെ സോഷ്യൽ സ്റ്റാറ്റസിന് ഒരു പ്രോബ്ലം ഉണ്ടാവും. എൻ്റെ ഒരു ആൻസൈറ്റി അവർ കാണുമ്പോൾ എന്താണ് എൻ്റെ സ്റ്റാറ്റസിന് ഒരു പ്രോബ്ലം ഉണ്ടാവും എന്നൊക്കെയുള്ള ഒരു ചിന്താഗതി അവർക്ക് എന്ത് ചെയ്യാം, ഈ സോഷ്യൽ ഫോബിയ ഡെവലപ്പ് ചെയ്യാനുള്ള കാരണമായിട്ട് മാറുന്നുണ്ട്. ഇനി പറയുന്നത് ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ് ആണ്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിലും ബയോളജിക്കൽ കോസൽ ഫാക്ടേഴ്സ് ഉണ്ട്, ആ സെയിം സാധനം തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇവിടെ ടെമ്പറമെന്റൽ ഫാക്ടേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ജനറ്റിക് ആൻഡ് ടെമ്പറമെന്റൽ, ജനറ്റിക് ആയിട്ടും ടെമ്പറമെന്റൽ ഫാക്ടേഴ്സും എന്താണ് നമ്മുടെ ഈ സോഷ്യൽ ഫോബിയ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നത് അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടെമ്പറമെന്റൽ വേരിയബിൾ ഈസ് ബിഹേവിയറൽ ഇൻഹിബിഷൻ. അപ്പൊ ഇവിടെ വരുന്നത് ഒരു ടെമ്പറമെന്റൽ വേരിയബിൾ എക്സിബിറ്റ് ചെയ്യുന്ന ബിഹേവിയർ ഇൻഹിബിഷൻ ആണ്, വിച്ച് ഷെയർസ് ക്യാരക്ടറിസ്റ്റിക്സ് വിത്ത് ബോത്ത് ന്യൂറോട്ടിസിസം ആണ് ഇൻട്രോവേഷൻ. അപ്പൊ ഇങ്ങനെ ഒരു ബിഹേവിയർ ഇൻഹിബിഷൻ ഉള്ള ആൾക്കാരിൽ ഉണ്ടാകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ന്യൂറോട്ടിസിസം ആൻഡ് ഇൻട്രോവേഷൻ. ന്യൂറോട്ടിസിസം പറഞ്ഞാൽ ആൻസൈറ്റി ഒക്കെ ഉണ്ടാകുന്ന ഒരു ക്യാരക്ടറാണ് ന്യൂറോട്ടിസിസം എന്നും, അതുമ്പോൾ ഇൻട്രോവേറ്റഡ് ആയിരിക്കും അവർ. ബിഹേവിയറലി ഇൻഹിബിറ്റഡ് ഇൻഫൻസ് ഹു ആർ ഈസിലി ഡിസ്ട്രസ്ഡ് ബൈ അൺഫെമിലിയർ സ്റ്റിമുലൈ. അപ്പൊ ഓൾറെഡി അല്ലെങ്കിൽ ബിഹേവിയർ ഇൻഹിബിറ്റഡ് ആണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ഡിസ്ട്രസ്ഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ തന്നെ who are shy and avoid then are more likely to become fearful during childhood. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ചൈൽഡ്ഹുഡിൽ എന്താണ് എല്ലാത്തിനോടും ഒരു ഫിയർ ഡെവലപ്പ് ചെയ്യാനും അത് പിന്നീട് അഡോളസൻസിലായാലും മുമ്പോട്ടാണെങ്കിലും എന്താണ് അവർക്ക് ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ഡെവലപ്പിംഗ് സോഷ്യൽ ഫോബിയ ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. ഇനി അതിന്റെ ട്രീറ്റ്മെന്റ് മെത്തേഡ്സ് ആണ് പറയുന്നത്.
Cognitive and behavioral therapies ആണ് മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കാറ്. Cognitive and behavioral therapies, they are very effective form of behavioral therapy and cognitive behavioral therapy for social phobia. ഇത് രണ്ടും നല്ല effective ആണെന്നാണ് പറയുന്നത്. As for specific phobias, behavioral treatments were developed first and generally involve prolonged and gradual exposure to social situations that involve fear. ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ബിഹേവിയർ തെറാപ്പിയിൽ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് ഏത് സിറ്റുവേഷനാണോ പേടിയുള്ളത് ആ സിറ്റുവേഷനിൽ കുറേ നേരം അവരെ അല്ലെങ്കിൽ പ്രൊലോങ്ഡ് ആയിട്ട് അവരെ നമ്മൾ എന്ത് ചെയ്യുക, എക്സ്പോസ് ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ ഗ്രാജുവൽ പതിയെ പതിയെ അതിനെ എക്സ്പോസ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇത് മാറാനുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത്. More recently, as research has revealed that underlying distorted cognition that characterized social phobia, cognitive restructuring technique has been added to behavioral technique, generating a form of cognitive behavior therapy. പിന്നെ ഇവിടെ പറയുന്നത് ബിഹേവിയർ തെറാപ്പിയിലൂടെ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഉണ്ട്. അപ്പോൾ എന്താ, നമുക്ക് ഒരു തോട്ട്, നമ്മൾ സ്ഥിരമായിട്ടൊരു തോട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്, ആ സിറ്റുവേഷൻ എനിക്ക് പേടിയാണെങ്കിൽ അത് ഭയങ്കര ഫിയർഫുൾ സിറ്റുവേഷൻ ആണെന്നുള്ളൊരു തോട്ട് നമ്മൾ അൺനെസസറി ആ തോട്ട് കൊണ്ട് നടക്കുകയാണ്. അതിനെ റീസ്ട്രക്ചർ ചെയ്യുക, അതിനെയാണ് കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. ഒരു ടെക്നിക്കാണ് കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പിയിലുള്ളൊരു ടെക്നിക്കാണ് കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. ആ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ നെഗറ്റീവ് തോട്ട്സിനെ എന്ത് ചെയ്യുക, മാറ്റിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഈ കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങിന്റെ പ്രോസസ്സാണ് ഇനി പറയാൻ പോകുന്നത്. ഈ ഒരു കൊഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ആ ക്ലയന്റിനോട് അവരുടെ നെഗറ്റീവ് അല്ലെങ്കിൽ അവരുടെ ഒരു തോട്ട്സ് ഏതാണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നെഗറ്റീവ് ഓട്ടോമാറ്റിക് തോട്ട്സ് അവരുടെ ഉള്ളിലുണ്ടാകുന്നത് കാരണമാണ് അവർക്ക് പേടിയുണ്ടാകുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണ് ഫസ്റ്റ് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവരോട് പറയും. സെക്കൻഡ് ആയിട്ട് ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ട് അവര് എന്താണ് അതിനെക്കുറിച്ച് അവരെ എന്താണ് ഈ ഒരു കൊഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ അത് ആ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള തോട്ടിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ തെറാപ്പിസ്റ്റ് എന്ത് ചെയ്യുന്നു, ഹെൽപ്പ് ചെയ്യുന്നു ത്രൂ ലോജിക്കൽ റീ അനാലിസിസ്. ലോജിക്കൽ റീ അനാലിസിസിലൂടെ അവരുടെ ഈ തോട്ട്സ് ഏതാണ് ആദ്യം ഐഡന്റിഫൈ ചെയ്തു അതിനെ ഇനി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാണ്. അത് ഏതാണ് പ്രോസസ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ റീ അനാലിസിസ്. ലോജിക്കൽ റീ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു നെഗറ്റീവ് തോട്ട്, അതായത് എന്നെ അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർക്ക് ഇഷ്ടമില്ല, അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ നെഗറ്റീവായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ആണ് അയാൾ വെക്കുന്നതെങ്കിൽ അതിനെ എന്ത് ചെയ്യാൻ, ചലഞ്ചിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെതിരായിട്ടുള്ള ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള മറ്റൊരു തോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നീ കൊള്ളാത്ത, എനിക്ക് എല്ലാവരെയും പേടിയാണ്, എല്ലാവരും എന്നെ നെഗറ്റീവായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട്, അത് കാരണം മറ്റേ ആള് പറയും, ഇത് തെറാപ്പിസ്റ്റ് പറയും, അതുകൊണ്ട് തന്നെ നീ ഒരു സ്റ്റുപ്പിഡ് ആണ്. അപ്പം ഞാനൊരു സ്റ്റുപ്പിഡ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും അക്സെപ്റ്റ് ചെയ്യുമോ? ഇല്ല. ഇല്ല, അങ്ങനെ ഒരിക്കലും ഞാൻ സ്റ്റുപ്പിഡ് അല്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് തോട്ട്സ് കൊടുത്തിട്ട് എന്ത് ചെയ്യാണ്, അവരുടെ ഈ ഒരു ഫിയറിനെ അല്ലെങ്കിൽ അവരുടെ ആ തോട്ട് പ്രോസസ്സിനെ തോട്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ചേഞ്ച് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ. അടുത്താണ് മെഡിക്കേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്താണ്, നമ്മൾ അതിന് കുറച്ച് മെഡിസിൻസ് കൊടുക്കും, അതിനെയാണ് മെഡിക്കേഷൻസ് പറയുന്നത്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന അതാണ് മോണോ അമീൻ ഓക്സിഡേസ് ഇൻഹിബിറ്റേഴ്സ്, അതുപോലെ തന്നെ SSRIs, സെലക്റ്റീവ് സെറട്ടോണിൻ റീഅപ്റ്റേക്ക് ഇൻഹിബിറ്റേഴ്സ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ മെഡിക്കേഷന്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, തെറാപ്പിയും കൂടി അതിന്റെ ഒരു കോമ്പിനേഷൻ ആണ്, അല്ലെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് കൊടുക്കുമ്പോഴാണ് എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് ഉണ്ടാവുന്നത്.